പതിവ് പോലെ വീണ്ടും ഷെരീഫ് ഞാനും ഇരുന്ന് ബോറടിച്ചപ്പം മെല്ലെ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു 10-10:30 ആയപ്പം നേരെ ഇന്ന് പോകാൻ വന്ന റഫീഖിക്കാടെ റൂമില്ല, ആളുടെ ഫാം ഹൗസിലേക്കാണ് പോകുന്നത്. ആളുടെ ഒരു കൃഷി വിശേഷം ഒരു ദിവസം നമുക്കൊരു വീഡിയോ ആയിട്ട് എടുക്കാം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് ചിക്കനൊക്കെ മേടിച്ചിട്ട് ഇന്ന് ഗ്രില്ലുണ്ടാക്കുന്ന പരിപാടി വീഡിയോയിലേക്ക്. സൂപ്പർ സാധനം അതില്ലേ, ബീർ എന്താ പേര്, ബീർന്നില്ലേ, ബിയർ വീട്ടിലെ സാധനം. ഷെരീഫ് മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇത്. ഷെരീഫ് മോനെ സൂപ്പർ സാധനം, സൂപ്പർ സാധനം മച്ചാ. ഇതിന്റെ പേരെന്താ മച്ചാനെ? ഇതിന്റെ പേര് എനിക്കനെ അറിയാൻ പാടില്ല മച്ചാ. എങ്ങോട്ടാ നമ്മളിപ്പോ പോകുന്നത്? ചിക്കൻ മേടിക്കാൻ. നല്ല അടിപൊളി ചിക്കനൊക്കെ മേടിച്ച് പൊരിച്ച് ഇപ്പൊ ഞങ്ങൾ അടിക്കാൻ പോവുകയാണ് ഞാനും ഷെരീഫും. രാത്രി ചിക്കൻ, രാത്രി തന്നെ അല്ല, ചിക്കൻ ചൂടാനുള്ള പരിപാടിയാണ്, ചിക്കൻ പൊരിച്ച് അറിയാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഈ അബുദാബിയുടെ കൃഷിയുടെ പ്രദേശം, ഈ അജുബാൻ എന്ന് പറഞ്ഞ സ്ഥലം, ഈ റഫീഖിക്കായ്ക്ക് അത്യാവശ്യം നല്ല കൃഷിയൊക്കെ ഉള്ള ആളാണ് കേട്ടോ. ഭയങ്കര കൃഷിയോടുള്ള സ്നേഹവും കമ്പമൊക്കെ ഉള്ള ആളാണ്. ആളുടെ വീഡിയോ നമുക്ക് ഒരു ദിവസം വിശേഷമായിട്ട് എടുക്കാം. ഇത് ഇവിടുത്തെ ഒരു ഫാം ഹൗസാണ്, ചെറിയൊരു ചിക്കൻ ഫാമാണ് ഇത്. അത്യാവശ്യം നല്ല ഫാമാണ്, വൃത്തിയുള്ള. ഇപ്പോൾ അബുദാബിയിലൊക്കെ നല്ല തണുപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഈച്ചയുടെ ശല്യം ഇച്ചിരി കൂടുതലാണ്. നല്ല നമ്മളൊരു 4 കോഴിയെ മേടിച്ചിട്ട് ഇപ്പം ചിക്കൻ ഗ്രില്ലാക്കാനുള്ള പരിപാടിക്കാണ് കൊണ്ടുവരുന്നത്. അപ്പം ആള് ബംഗ്ലാദേശിയാണ്, അവിടുത്തെ ജോലിക്കാരൻ. ആളിന് 3 പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനുമായിട്ട് നമ്മളിപ്പോൾ നേരെ റഫീഖയുടെ ഫാം ഹൗസിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മളിപ്പോൾ ചിക്കനൊക്കെ നല്ല അടിപൊളി ഗ്രില്ലുണ്ടാക്കാന്നൊക്കെ ഉള്ള പരിപാടിക്ക്. ഇവിടുത്തെ ഈ ഫാം ഹൗസ് കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്. പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിത് ഫാം ഹൗസ് ആണെന്നും അറിയില്ല കണ്ടാൽ. നമ്മളവിടെയൊക്കെ നെറ്റൊക്കെ വെച്ചിട്ടില്ലേ, വെളിയിൽ നിന്ന് പോകുമ്പോഴേ കാണാൻ പറ്റും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എപ്പോഴും, നല്ല രസമുണ്ട്. AC ഒക്കെ ഇട്ട് ഉള്ളിലാണ് ഇതിൻ്റെ ഇത്. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ കൃഷി, അത്യാവശ്യം ഈ കൃഷിയിടമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒട്ടകവും മറ്റേ പശുവിൻ്റെ ഫാം, അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ എല്ലാം. പ്രത്യേകിച്ച് ഈ ഫാം ഏരിയകളൊക്കെ എന്ന് പറയുമ്പം ഈ നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ പോലത്തേക്ക് ഒരു പ്രത്യേക ഫീലും നല്ല രസവും കാണാൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. തീർന്ന് അപ്പം ഷവായിക്ക് വേണ്ട മസാലയുടെ ധൃതി പിടിച്ച പരിപാടിയിലാണ് ഇവിടെ രണ്ടുപേര്. അപ്പോൾ ഷെരീഫ് ഭയങ്കര പരിപാടി, ചിക്കൻ കഴുകിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു, ഷൗക്കത്തോടെ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ചിക്കനൊക്കെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഇരിക്കുന്നു, കഴുകുന്നതിലാ കാര്യം എന്നൊക്കെ ഷെരീഫ് പറയുന്നത്. ആഹാ, ഇതാണ് വെറൈറ്റി ഇല്ലടാ ഷൗക്കത്തെ. ഷെരീഫിനെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കാണ്. നല്ല കിടിലൻ ചോളമൊക്കെ കായ്ച്ചിട്ടില്ല, കായ്ച്ച് തുടങ്ങുന്നേ ഉള്ളൂ. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ്. ഇവിടെ ജർജീറൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്, നല്ല സ്റ്റൈല്. പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുമ്പളങ്ങ, പടവലങ്ങ അങ്ങനത്തെ ഐറ്റമൊക്കെ ഉണ്ട്. പിന്നെ ക്യാബേജ്, അത് കായ്ച്ച് കഴിയുമ്പോൾ ഉള്ളൊരു വീഡിയോയുടെ ഞാൻ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് തരാം. അതിനകത്ത് 2 പണിക്കാരൊക്കെ ഉണ്ട്. വൈകിട്ടും രാവിലെയൊക്കെ അവർ തകൃതി പണിയായിരിക്കും, ഉച്ചയ്ക്കൊക്കെ റെസ്റ്റിംഗ് ടൈമൊക്കെ ആയിരിക്കും. പിന്നെ നല്ല പയറുണ്ട്, പയർ വർഗ്ഗങ്ങളൊക്കെ അങ്ങനെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്കൂടെ നടന്നു പോകുന്നതൊക്കെ ഒരു അടിപൊളി ഫീലായിരിക്കും, നല്ല രസമാണ്. പ്രത്യേകിച്ച് തണുപ്പ് സമയമൊക്കെ ആയതുകൊണ്ട്. ബാഹുബലി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിരിയേറ്റ് വെച്ചിട്ട് ഷെരീഫ് ചെമട്. ഞങ്ങളങ്ങനെ കത്തിക്കാൻ ആവശ്യമായ വിറവുകളും മറ്റ് സാധനങ്ങളും ഈന്തപ്പഴത്തിൻ്റെ മറ്റേ ഉണങ്ങിയ കൊതുമ്പുകളും ഒക്കെ ഇങ്ങനെ അടുപ്പിച്ച്. അപ്പോൾ തീറ്റപ്പുല്ലൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്, ഇവിടെ ആടൊക്കെ ഉണ്ട് സൈഡിൽ. അപ്പം എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് ആ ഹോളോ ബ്രിക്സിൻ്റെ കട്ടയ്ക്കുള്ളിലിട്ട് അതിനകത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇട്ട് ചുടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. കൊണ്ടുവന്ന തടി കഷ്ണങ്ങളൊക്കെ ഇട്ട് കത്തിച്ച് നല്ല കനലാക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്കിട്ട് ചുടാനുള്ള പരിപാടിക്ക്. അപ്പോഴത്തേനും അതിൻ്റെയൊക്കെ ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. ഇപ്പം സന്ധ്യയാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. എന്തായാലും ചുടുന്നിടം വരെയുള്ള ഒരു സംഭവം കാണിക്കും. ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പായിരിക്കും. ആ തണുപ്പ് സമയത്തൊക്കെ പുറത്തൊക്കെ പോയിട്ട് നല്ല ആഴിയൊക്കെ ഇട്ട് അതിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ചൂടൊക്കെ കൊള്ളുന്ന ഒരു പ്രത്യേക വൈബായിരിക്കും എൻ്റെ പൊന്നളിയ. ഏതായാലും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ രാത്രി ലൈറ്റ് പോയതിൻ്റെ പേര് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ചിക്കനൊക്കെ വൻപിച്ച വിജയമായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.